തുടർ പരാജയത്തിൻ്റെ വേദന അറിഞ്ഞ ആ മഞ്ഞ പുതപ്പിച്ച പടയാളികൾ ആ ക്രിസ്തുമസ് നാളിൽ ആ പ്രതികാരം വീട്ടാനിറങ്ങി. നാടും നഗരവുമെല്ലാം ആഘോഷം കൊണ്ട് ആഹ്ലാദമായിരുന്നു. അന്ന് ആ കണക്ക് തീർക്കാൻ അവർ വിതുമ്പിക്കൊണ്ട് ഒടുക്കം അവിടെ ഉണ്ടായിരുന്ന ആ ചെറിയ തീതാളം കത്തിപ്പടർന്ന് വലിയ കാട്ടുതീയായി മാറി. അങ്ങനെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു മത്സരത്തിലും ജയിച്ചു തുടങ്ങി. ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് തന്നെ പരസ്പര ധാരണയില്ലായ്മ കുറെ നമ്മൾ ആ ഒരു കളിയിൽ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കൂടുതലായിട്ട് കളിയിൽ കണ്ടു. മിക്കായൽ സ്റ്റേറ എന്ന ഹെഡ് കോച്ച് ഇല്ലാതെയാണ് ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത്. പിന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം ഏറെ നിർണായകം തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു പെർഫോമൻസ് നമ്മൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും കണ്ടിട്ടില്ല. പിന്നെ കഴിഞ്ഞ കളിയിൽ കണ്ട പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ കീപ്പറിന്റെ സ്ഥാനത്തുള്ള മിസ്റ്റേക്ക് ഒന്നും ഈ ഒരു കളിയിൽ നമ്മൾ കണ്ടില്ല. സച്ചിനുള്ള ഒരു കിടിലം പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. എന്തായാലും മുഹമ്മദ് എഫ്സിയെ ഇരു പാർശ്വങ്ങളിലായും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തി. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോൾ വന്ന വഴിയാണ് ആ ഒരു അഡ്രിയാൻ ലൂണയുടെ ആ കോർണർ. അത് സത്യം പറഞ്ഞാൽ ഒരു ഹോൺ ഗോളാണോ ചോദിച്ചാൽ അതൊരു ഹോൺ ഗോളാണ്. അഡ്രിയാൻ ലൂൺ അടിച്ചതാണോ ചോദിച്ചാൽ അടിച്ചതുമാണ്. ആ രീതിയിലാണ് ആ ബോൾ പോകുന്നത്. ആ ഒരു ഗോൾ അവരുടെ പോസ്റ്റിലേക്ക് എത്തുന്നത് അവരുടെ കീപ്പർ ഒരു പഞ്ച് തന്നെയാണ് ആ പോസ്റ്റിലേക്ക് ആ ഒരു ബോളിനെ കൊണ്ടെത്തിക്കുന്നത്. അതോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിരന്തരമായിട്ടുള്ള അറ്റാക്ക്. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ് പിന്നെ നമ്മൾ കണ്ടത്. അതുപോലെ നമ്മൾ എല്ലാ കളിയിലും കേൾക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകന്മാരുടെ ആ ഒരു ചാൻറ്റിങ് നമ്മൾ ഈ ഒരു മത്സരത്തിൽ നമ്മൾ കേട്ടില്ല. ലാസ്റ്റ് വെച്ച് ഫാൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയപ്പോൾ കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മത്സരത്തിന് വേറെ പ്രത്യേകതകളുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ ക്ലീൻ ഷീറ്റ് ആണ്. അതും ഹോം മത്സരത്തിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് 2 ക്ലീൻ ഷീറ്റ് ഉണ്ടാക്കിയത്. പിന്നെ മുഹമ്മദ് എഫ്സിയെ ഇരു പാർശ്വങ്ങളിലായി ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ പരാജയപ്പെടുത്തി. പിന്നെ ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ട കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. ഫ്രെഡി ലാലൻ മാവിയ, കോറോ സിംഗ്, അതുപോലെ നോഹ സദോയി, സച്ചിൻ സുരേഷ്, ഇവരെല്ലാം കിടിലൻ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്ലെയർ തന്നെയാണ് അഡ്രിയാൻ ലൂണ. അദ്ദേഹം കളിക്കുന്ന എഫക്ട് എത്രത്തോളമാണ് ആ ടീമിനെ എത്രത്തോളം ഗുണം ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കളിയിൽ കണ്ടു. എന്തായാലും അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം സ്ട്രോങ് തന്നെയായിരിക്കും. കാരണം ജംഷഡ്പൂർ അത്യാവശ്യം അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീം തന്നെയാണ്. എന്തായാലും അടുത്ത കളി ജംഷഡ്പൂർ എഫ്സിക്കെതിരാണ്. അവർ ആ ഒരു കളിക്കും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച ബ്ലാസ്റ്റേഴ്സിന് കൃത്യമായിട്ട് ജയിക്കാൻ പറ്റുന്നേ ഉള്ളൂ. എന്തായാലും ആ ഒരു മത്സരത്തിന് മുമ്പായി തന്നെ നമ്മളെ ഹെഡ് കോച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും നമുക്ക് അടുത്ത മത്സരം വരെ കാത്തിരിക്കാം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒപ്പീനിയൻ താഴെ കമന്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.